ഗൈസ്, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ NH-66 അവസ്ഥയാണ് കേട്ടോ. നമ്മളിവിടുന്ന് കോവളം ബൈപ്പാസിൽ നിന്ന് നേരെ നമ്മുടെ കന്യാകുമാരി റൂട്ട് പോകുന്ന വഴിക്ക് എന്താ പറയുക, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടാറ് വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇത് മനോഹരമായിട്ടുള്ള ഹൈവേ ബൈപ്പാസാണിത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അവർ എന്ത് നല്ല രീതിയിലാണ് അവിടെ ചെടികളായിരുന്നാലും എല്ലാം, അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ ജോലിക്കാരൊക്കെ വന്ന് ഈ സൈഡിൽ നിൽക്കുന്ന പുല്ലുകളെല്ലാം വെട്ടി മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ്, കംപ്ലീറ്റ് വേസ്റ്റാണ്. ഈ വേസ്റ്റ് കൊണ്ടിടുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇത് നല്ല സ്ഥലങ്ങളാണ്. ചിലയിടത്ത് എത്തുമ്പോൾ ഭയങ്കര ദുർഗന്ധമാണ് ഈ വേസ്റ്റ് കൊണ്ടിട്ടിട്ട്. ചില ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ വേസ്റ്റ് കൊണ്ടൊക്കെ ഡംപ് ചെയ്ത് ഇട്ടിക്കുന്നത് കാണാം. അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നാൽ പോലും ഭയങ്കര ദുർഗന്ധമാണ്. ഒരു സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്ത് ഓടയ്ക്കകത്ത് കിടക്കുന്ന വേസ്റ്റ് എല്ലാം കൂടെ മുകളിലോട്ട് വരും. പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയാണ് ഈ വേസ്റ്റുകളൊക്കെ കൊണ്ട് തട്ടുന്നത്. എന്താ പറയാന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെയൊന്നും കാണിക്കരുത്. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എന്താ സൈഡിലൊക്കെ വേസ്റ്റ് രാവിലെ വന്ന് വേസ്റ്റുകൾ കൊണ്ടിട്ടിട്ട് പോകുന്നവരാണ് ഇതൊക്കെ. എന്താ പറയുക, എന്ത് നല്ല രീതിയിലാണ് അവർ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച്, ഇത്രയും നല്ല, എന്ത് പ്രകൃതി രമണീയമായ, എന്ത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എൻജോയ് ചെയ്ത് റൈഡ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലം. അവിടെയാണ് ഇങ്ങനത്തെ തന്തയില്ലാത്തരം കാണിക്കുന്ന ചില ആളുകൾ. നീറ്റ് ആൻഡ് ക്ലീൻ, നമ്മുടെ സ്ഥലം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്യുക. നമ്മൾ ആസ്വദിച്ച് റൈഡ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടാൽ പിന്നെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? റൈഡേഴ്സിന് അത് മനസ്സിലാവും. ഇതൊക്കെ എന്താ, നമ്മുടെ സ്ഥലം നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. എന്ത് നല്ല മനോഹരമായിട്ടുള്ള റോഡാണ്, എന്ത് നല്ല രീതിയിലാണ് അവർ സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അവിടെ അവർ സ്റ്റാഫിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്, അവിടെ ആ ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട് അവർ ക്ലീൻ ചെയ്യാനും ഈ ചെടികൾ നന്നായിട്ട് നോക്കാനും പരിപാലിക്കാനൊക്കെ. അതിൻ്റെ ഇടയിൽ ചില ആളുകൾ വേസ്റ്റ് കൊണ്ടിടാനും പറ്റിയ സ്ഥലമായിട്ട് കണ്ടുവച്ചിരിക്കുന്ന ഇതാണ്. സ്പീഡിൽ വരിക, വന്നിറങ്ങിയിട്ട് പോകും ഓടയുടെ അകത്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവിടെ ആ വേസ്റ്റ് ഉണ്ട്. കാണുമ്പോൾ അറിയാം, ഈ വീഡിയോയിലുണ്ട്. ഞാൻ നിർത്താത്തതാ, കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഇവരൊക്കെ ഈ പുല്ലുകളൊക്കെ കട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഈ ലോറിയും അതൊക്കെ മെഷീനറീസും കൊണ്ട് എന്തൊക്കെ വേസ്റ്റുകളാണ് കൊണ്ടിടുന്നത്. നല്ലൊരു NH കിട്ടിയിട്ട് അതിനെ നല്ല രീതിയിൽ നോക്കാൻ പോലും അറിയാത്ത ആളുകളാണ്. ഒന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ദുർഗന്ധം അതാണെങ്കിൽ പോകുന്നില്ല. അവിടെ ഹെൽമെറ്റിന്റെ ഗ്ലാസ് പൊട്ടിയപ്പോൾ മനസ്സിലായി എന്താ സംഭവം. നല്ല ആസ്വദിച്ച് എന്താ ഫ്രഷ് എയർ കിട്ടട്ടെ എന്ന് പറഞ്ഞ നല്ല ഗ്ലാസ്സൊക്കെ ഇല്ലാതെ പോയി. ഇതാ അവസ്ഥ. പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക ഈ കാര്യം. വീഡിയോ കാണുന്നവർ ദൈവത്തെ ഓർത്ത് വേസ്റ്റ് കൊണ്ടിടരുത്. അതിമനോഹരമായിട്ടുള്ള റോഡാണ് നശിപ്പിക്കുന്നത്. കണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എന്താ ജോലി എടുക്കുന്ന ആളുകൾ അവർ നല്ല രീതിയിൽ കണ്ടില്ലേ, സൈഡിൽ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവരുന്നതാണ്. നല്ലൊരു റോഡാണ്, നശിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത്. പിന്നെ സ്പീഡിൽ പോകുന്നുള്ള ഒരു കാര്യം, അവിടെ എന്തായിരുന്നാലും സ്പീഡ് ചെക്ക് ചെയ്യാൻ ആൾ ഉണ്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 100-120 കിലോമീറ്റർ സ്പീഡിൽ പോവുകയേ ചെയ്യരുത് ഈ ബൈപ്പാസിൽ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യം. അതും കൂടെ ശ്രദ്ധിക്കുക. എവിടെയാ പോലീസ് നിൽക്കുന്ന ഒരു പിടുത്തവും ഇല്ല. അവർ നിൽക്കേണ്ട കറക്റ്റ് സ്ഥലത്ത് നിൽക്കും, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നവർ
പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ ഒരുപാട് റോഡ്സും ആൻഡ് ഒരുപാട് റൂട്ടും ഒരുപാട് സ്ഥലങ്ങളും ഇനിയും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല നല്ല റോഡ്സുള്ള വീഡിയോസാണ് ശ്രമിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം വീഡിയോസ് ഇടുമ്പോൾ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള റോഡാണിത്, ബൈപ്പാസാണ്. നിങ്ങൾ ഇതുവഴി ഈ റൂട്ട് പോകുന്നെങ്കിൽ നല്ല വ്യൂ ആണ്. ഞാൻ സ്ഥിരം പോകുന്ന ഒരു റൂട്ടാണിത്, അതുകൊണ്ട് പറയാം. എപ്പോൾ പോയാലും മനസ്സിനൊരു പ്രത്യേക എന്താ പറയുക, ഒരു സുഖം ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. നമ്മൾ അതുമല്ലാതെ പാട്ടൊക്കെ കേട്ട് പോകുമ്പോൾ പ്രത്യേക ആ ഒരു ഫീൽ, നമ്മളെല്ലാം മറന്നു പോകും. നമ്മുടെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ മറക്കും. നല്ലൊരു ഫീൽ കിട്ടുന്നൊരു സ്ഥലവും കൂടെയാണിത്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രേ പറയാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത്, വേസ്റ്റ് ഇടാതിരിക്കുക പ്ലീസ്. പ്രകൃതിയെ സ്നേഹിക്കുക. നമ്മൾ പ്രകൃതിയുടെ എന്താണോ അങ്ങോട്ട് കാണിക്കുന്നത് അത് തിരിച്ച് പ്രകൃതി നമ്മുടെ അടുത്ത് കാണിക്കും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? കർമ്മ ഈസ് റിയൽ. ഓക്കെ, അതുകൂടെ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാക്സിമം ആളുകൾ വേസ്റ്റ് ഇടാതിരിക്കുക പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ.